അടുത്ത 10 വർഷം കേരളം ആര് ഭരിക്കും? സർവേ അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പോസ്റ്റ് കൊടുക്കാം. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. എത്ര പേര് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ ചാനലിന് കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഞാനിവിടുത്തെ 2026 വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ്റെ സർവേ ഫലമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഇതൊരു അൺഒഫീഷ്യൽ സർവേ ഫലമാണെങ്കിലും 100-ൽ 99% പക്കയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവരുടെ സർവേ ഫലം ഞാനിത് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇവരെ ഈ സർവേ റിസൾട്ടിനകത്ത് LDF ഭരണത്തിൽ വരുമെന്ന് നല്ല വ്യക്തമാക്കി തരുന്ന രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്കയാണ്. അപ്പം എന്തായാലും ഈ ഒരു സർവേ ഫലത്തിൽ ഇനിയിപ്പം ഈ 2 ദിവസം വെച്ച് ഇവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇലക്ഷൻ തീരുന്നത് വരെ ഇവരെ സർവേ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആര് ഭരണത്തിൽ വരുമെന്ന്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്തതിൻ്റെ ഒരു ഇത് കാണാനുണ്ട് ഈ ഒരു സർവേ ഫലത്തിനകത്ത്. പാലക്കാട് വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പാലക്കാട് LDFിനാണ് ഇപ്പം സ്ഥാനം കിട്ടിയേക്കുന്നത്. സർവേയിൽ LDFിനാണ് ഇപ്പം കിട്ടിയേക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ ഒരു ഇത് തന്നെയാണ്, ഒരു പോരായ്മ തന്നെയാണ് അവിടെ പാലക്കാട് നേരിട്ടേക്കുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ എന്തായാലും സർവേ റിസൾട്ട് ഒന്ന് വായിക്കാം. അപ്പം എന്തായാലും ഇത് ചിലപ്പോൾ LDFിനെ അനുകൂലിക്കുന്ന ആളുകൾ കാണാം, UDFിനെ അനുകൂലിക്കുന്ന ആളുകൾ കാണാം, അതുപോലെ BJP അനുകൂലിക്കുന്ന ആളുകൾ കാണാം. അപ്പോൾ എന്തായാലും ഞാനൊരു പാർട്ടിയുടെയും ഒരു പാർട്ടിയും ഞാൻ അനുകൂലിക്കുന്നില്ല. ഞാൻ ഈ സർവേ ഫലം ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആര് വരണമെന്നാണ്, അടുത്ത 10 കൊല്ലം ഏത് സർക്കാർ ഭരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ പല ആളുകളും ചിലപ്പോൾ വന്നിട്ട് ചീത്ത വിളിച്ചേക്കാം, ചിലപ്പോൾ തെറി പറഞ്ഞേക്കാം. പക്ഷേ ഇതൊരു അൺഒഫീഷ്യൽ സർവേ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സർവേ അല്ല. ഈ ഒരു സർവേ പക്ഷേ പക്കയാണെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സർവേ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് ഈ സർവേയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പക്കയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് പിണറായി സർക്കാർ ഭരണത്തിൽ വരും, പിണറായി ഭരണമായിരിക്കും എന്ന് അന്നത്തെ സർവേയിൽ ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ഈ സർവേ കള്ളം പറയത്തില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, എന്തായാലും സർവേ റിസൾട്ട് ഞാനിവിടെ വായിക്കാം. ആദ്യം തന്നെ ആലപ്പുഴയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആലപ്പുഴയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റിൽ LDFിന് 2 സീറ്റും UDFിന് 7 സീറ്റും BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കണ്ണൂർ പിന്നെ അറിയാമല്ലോ, LDFിൻ്റെ കോട്ടയാണ് കണ്ണൂർ. കണ്ണൂർ 11 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 7 സീറ്റ് LDFിനും അതുപോലെ 4 സീറ്റ് UDFിനും BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് 5 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 1 സീറ്റ് മാത്രമാണ് LDFിന് കാസർഗോഡുള്ളത്. ബാക്കി 4 സീറ്റും UDFിനാണ്. അവിടെ BJPക്ക് ഒന്നും തന്നെ ഇല്ല. അടുത്തത് പാലക്കാടാണ്. പാലക്കാട് 12 സീറ്റുകളാണുള്ളത്. അതിനകത്ത് LDFിന് 6 സീറ്റുകളും അതുപോലെ UDFിന് 5 സീറ്റുകളും BJPക്ക് 1 സീറ്റുമാണുള്ളത്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭാവം ഇതിനകത്ത് തന്നെ ഉണ്ട്. 1 സീറ്റ് BJPക്ക് കിട്ടിയിട്ടുണ്ട്. LDFിന് 6 സീറ്റുകളും UDFിന് 5 സീറ്റുകളുമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നേരെ തിരുത്തി എഴുതേണ്ട വന്നേനെ. ഇവിടെ UDFിന് 7 സീറ്റുകൾ ഇവിടെ കിട്ടിയേനെ. പാലക്കാട് ഈ പറയുന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ 7 സീറ്റുകളോളം ഈ പാലക്കാട് കിട്ടിയേനെ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് UDFിൻ്റെ കൊട്ടയ്ക്കായിരുന്നു. UDFിൽ നമുക്കറിയാം ഷാഫി പറമ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത്. അതിലും ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പം ഇത് വൻ തിരിച്ചടി തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി മലപ്പുറം 10 സീറ്റുകളാണുള്ളത്. 10 സീറ്റുകളിൽ 2 എണ്ണം LDFിനും 14 എണ്ണം UDFിനും BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കോഴിക്കോടാണ്. കോഴിക്കോട് 13 സീറ്റുകളാണ്. 13 സീറ്റുകളിൽ LDFിന് 7 സീറ്റും UDFിന് 5 സീറ്റുകളുമാണുള്ളത്. BJPക്ക് അവിടെ സീറ്റില്ല. അപ്പം കോഴിക്കോട് UDFിനാണ് കൂടുതൽ സീറ്റുകൾ, LDFിനാണ് അവിടെ കൂടുതൽ സീറ്റുകൾ, 7 സീറ്റുകളാണ്. അടുത്തത് കോട്ടയം
കോട്ടയത്ത് 9 സീറ്റുകളാണ്. 9 സീറ്റിൽ 2 LDFിനും ബാക്കി 7 UDFിനും BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് കൊല്ലത്ത് 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റിൽ 3 മാത്രമാണ് LDFിനുള്ളത്. ബാക്കി 8 സീറ്റുകളും UDFിനാണുള്ളത്. BJPക്ക് അവിടെ സീറ്റില്ല. അടുത്തത് വയനാട് 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ അവിടെ LDFിന് സീറ്റുകളേ ഇല്ല. 3 സീറ്റും UDFിനാണുള്ളത് വയനാട്ടിൽ. BJPക്കും സീറ്റില്ല. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ 13 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 4 സീറ്റ് LDFിനും 8 സീറ്റ് UDFിനും 1 സീറ്റ് BJPക്കുമാണ്. അടുത്തത് തിരുവനന്തപുരത്ത് 14 സീറ്റുകൾ. 14 സീറ്റുകളിൽ 5 LDFിനും 7 UDFിനും 2 BJPക്കുമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം BJP കൊട്ടയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പത്തനംതിട്ടയിൽ 5 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 1 LDFിനും 4 UDFിനും BJPക്ക് സീറ്റില്ല. അപ്പോൾ 4 UDFിനും 1 LDFിനുമാണുള്ളത്. മൊത്തത്തിൽ 5 സീറ്റുകൾ. അടുത്തത് ഇടുക്കിയിൽ 5 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 1 സീറ്റ് LDFിനും ബാക്കി 4 സീറ്റ് UDFിനും BJPക്കും സീറ്റില്ല അവിടെ. അടുത്തത് എറണാകുളമാണ്. അവസാനമായിട്ട് എറണാകുളത്ത് 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 3 LDFിനും 11 UDFിനുമാണുള്ളത്. BJPക്ക് അവിടെയും സീറ്റില്ല. അപ്പം മൊത്തത്തിൽ ടോട്ടൽ നോക്കുവാണെങ്കിൽ 140 സീറ്റുകളാണുള്ളത്. 140 സീറ്റുകളിൽ LDFിന് കിട്ടിയേക്കുന്ന സീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 സീറ്റുകളാണ് LDFിന് കിട്ടിയിട്ടുള്ളത്. UDFിന് 92 സീറ്റുകളാണ് UDFിന് കിട്ടിയേക്കുന്നത്. BJPക്ക് വെറും 4 സീറ്റുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 4 കിട്ടിയല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. അപ്പം 4 വരെ അവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2026 സർവേ റിസൾട്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഉറപ്പായിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ LDF വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, UDF വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, BJP വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു അൺഒഫീഷ്യൽ സർവേ ഫലമാണ്. ഇത് പക്കയായിട്ട് കഴിഞ്ഞ പ്രാവശ്യവും ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF ഭരണത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പം എന്തായാലും ഇതിപ്പം ഭൂരിപക്ഷം നിൽക്കുന്നത് ഇന്നത്തെ സർവേ ഫലത്തിനകത്ത്, ഞാനിപ്പം പറയുന്ന ഈ സർവേ ഫലത്തിനകത്ത് ഭൂരിപക്ഷം നിൽക്കുന്നത് UDF തന്നെയാണ്. UDF 92 സീറ്റുകളാണ് UDFിനുള്ളത്. LDFിന് 44 സീറ്റുകൾ. ഇത് ചിലപ്പോൾ മാറി വരും കേട്ടോ. അടുത്ത അപ്ഡേറ്റിങ്ങിൽ, അടുത്ത സർവേ റിസൾട്ടിനകത്ത് മാറി വരും. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇലക്ഷൻ തീരുന്നത് വരെ ഈ ഒരു സർവേ ഫലം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം ഞാൻ പറയുന്ന ഈ ഒരു സർവേ ഫലം എത്രത്തോളം പക്കയായിട്ടുള്ളൊരു റിസൾട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാനിത് കഴിഞ്ഞ വട്ടം ഞാനിത് കണ്ടിട്ടുള്ള കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം LDF വരും എന്ന് അവസാന സർവേ ഫലത്തിനകത്ത് വരെ കണ്ടിട്ടുള്ളായിരുന്നു. എന്തായാലും പക്കയായിട്ട് തന്നെ അത് നടന്നു. LDF ഭരണത്തിലേക്ക് വന്നു. ഇനി അടുത്ത 10 കൊല്ലം ആര് ഭരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പാലക്കാട് വൻ അടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത റിസൾട്ടിനകത്ത് മാറുമെന്ന് അറിയത്തില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോരായ്മ അവിടെ കാണും. ജനങ്ങൾ അതിന് തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയം കാണത്തില്ല. ഇനിയിപ്പം കുഞ്ഞമ്മയെ കൊണ്ട് നിർത്തിയാലും, വല്യമ്മയെ കൊണ്ട് നിർത്തിയാലും, വല്യച്ഛനെ കൊണ്ട് നിർത്തിയാലും, തങ്കപ്പനെ കൊണ്ട് നിർത്തിയാലും, ആരെ കൊണ്ട് നിർത്തിയാലും ജനങ്ങൾക്കും കൂടെ തോന്നണം വോട്ട് ചെയ്യാനെ കൊണ്ട്. അത് അധികം മനസ്സിലാക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനും പാലക്കാട് സീറ്റ് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സീറ്റുകൾ കൂടുതൽ പിടിക്കാം. ഇപ്പം 92 സീറ്റുകളാണ് ഇപ്പം ഇതിനകത്ത് UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പുള്ളിക്കും കൂടെ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ, പുള്ളിയും കൂടെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ അതിലും കൂടിയേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം.